IT സംബന്ധമായിട്ടുള്ള ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിലും, അതായത് BTech അല്ലെങ്കിൽ BCA, MSc കമ്പ്യൂട്ടർ സയൻസ്, BSc കമ്പ്യൂട്ടർ സയൻസ്, MCA മുതലായ ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിലും അതിൽ ബഹുഭൂരിപക്ഷം പേരും പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾക്ക് പ്രോഗ്രാമിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ കോഡിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ളത്. അങ്ങനെ പ്രോഗ്രാമിംഗ് ഫീൽഡ് താല്പര്യമില്ലാത്തവർക്ക് മറ്റ് എന്തൊക്കെ അവസരങ്ങളാണ് IT-യിലുള്ളത്? ഇൻഫർമേഷൻ ടെക്നോളജി റിലേറ്റഡുള്ള കമ്പനികളിൽ കോഡിംഗ് സൈഡിലല്ലാതെ മറ്റെന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത്, അത് ഏതൊക്കെ ഡൊമൈനുകളിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. വെൽക്കം ടു വൺ ടീം സൊല്യൂഷൻസ്. പ്രോഗ്രാമിംഗ് സൈഡിലല്ലാതെ ഒരു IT കമ്പനിയിൽ ഏറ്റവും അധികം ഓപ്പർച്യൂണിറ്റീസ് വരുന്ന ഒരു ഏരിയയാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. പ്രോഗ്രാമിംഗ് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ ഏറ്റവും അധികം എത്തിപ്പെടുന്ന ഒരു ഏരിയയാണ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിന്റെ ഏറ്റവും അവസാനത്തെ കണ്ണിയാണ്. ഒരു പ്രോഗ്രാമിംഗ് ടീം ഡെവലപ്പ് ചെയ്ത് വെച്ച ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനെ ടെസ്റ്റ് ചെയ്യുക, അതിന്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യുക, അതിനകത്ത് എന്തെങ്കിലും ബഗ്സ് ഉണ്ടോ എന്നൊക്കെ നോക്കുക, അല്ലെങ്കിൽ ക്ലയന്റ് ആദ്യം പറയുന്ന റിക്വയർമെന്റ് അനുസരിച്ച് തന്നെയാണോ ഈ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നൊക്കെ എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഒരു ടെസ്റ്റർ ജോലി എന്ന് പറയുന്നത്. മാനുവൽ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന പല പല സങ്കേതങ്ങൾ ഇതിലുണ്ട്. അതിലേക്ക് ഞാൻ ഡീപ്പായിട്ട് ഈ വീഡിയോയിൽ കടക്കുന്നില്ല, അതിനെപ്പറ്റി മറ്റു വിശദമായിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് സ്കിൽസോ കോഡിംഗ് സ്കിൽസോ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജോ അറിയണം എന്നൊരു നിർബന്ധവുമില്ല. അവിടെ പ്രോഗ്രാമിംഗ് സ്കിൽസിനല്ല ഇമ്പോർട്ടൻസ്, മറ്റ് പലതിനുമാണ്. എന്നാൽ ഈ പ്രോഗ്രാമിംഗ് ഡെഫിനറ്റ്ലി സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗ് സൈഡിലേക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ധാരാളം ടെസ്റ്റിംഗ് കോഴ്സുകൾ അവൈലബിൾ ആണ്. പക്ഷേ അതിനകത്ത് ഒരു ന്യൂനത എന്ന് പറയുന്നത് ടെസ്റ്റിങ്ങിന് അത്രയധികം ഓപ്പർച്യൂണിറ്റീസ് ഫ്രഷേഴ്സിന് ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ ക്യാമ്പസിൽ നിന്നൊക്കെ റിക്രൂട്ട് ചെയ്യുന്ന വലിയ വലിയ ടോപ്പ് മൾട്ടിനാഷണൽ കമ്പനീസ് എല്ലാം ക്യാമ്പസിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുന്ന ഒരു 40% പേരെയും അവർ കമ്പനിയിലേക്ക് പ്ലേസ് ചെയ്യുന്നത് ടെസ്റ്റിംഗ് പ്രൊഫൈലിലേക്കാണ്. അതുകൊണ്ട് തന്നെ അത്തരം വലിയ കമ്പനീസിൻ്റെയൊക്കെ ടെസ്റ്റിംഗ് വേക്കൻസീസ് ക്യാമ്പസിൽ നിന്ന് ഹയർ ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് തന്നെ ഫില്ലായി പോയിട്ടുണ്ടായിരിക്കും. പിന്നീടുള്ളത് നമുക്കറിയാവുന്നതുപോലെ ഇൻഫോപാർക്ക് അല്ലെങ്കിൽ ടെക്നോപാർക്ക് ബേസ്ഡ് ആയിട്ടുള്ള നമ്മൾ പറയപ്പെടുന്ന ഇടത്തരം കമ്പനികളൊക്കെയാണ്. അവിടെ ഒരു 50 മെമ്പർ ടീമുള്ളൊരു കമ്പനിയിലേക്ക് ഒരു പക്ഷേ ഒരു 4-5 ടെസ്റ്റിംഗ് റിസോഴ്സിൻ്റെ ആവശ്യം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ എപ്പോഴും വേക്കൻസീസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഏരിയ അല്ല സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് എന്ന് പറഞ്ഞാലും അത് പഠിക്കാൻ പാടില്ലെന്നോ അതിലേക്ക് എത്തിപ്പെടാൻ പാടില്ലെന്നോ അല്ല പറഞ്ഞത്. എന്നാൽ പ്രോഗ്രാമിങ്ങിന്റെ അത്രയും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപക്ഷെ ടെസ്റ്റിങ്ങിൽ കുറവായിരിക്കും. എന്നാൽ മറ്റൊരു വശമായിട്ട് ടെസ്റ്റിംഗ് ഇപ്പോൾ AI എന്ന് പറയുന്ന ഒരു സാങ്കേതികവിദ്യ വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ടെസ്റ്റിംഗ് ബോട്ടുകൾ ഇന്ന് പല പല വലിയ കമ്പനീസ് ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ എന്തൊക്കെ കേട്ടിട്ടുള്ള പല മൾട്ടിനാഷണൽ IT കമ്പനീസും അവരുടെ ടെസ്റ്റിംഗ് ടീമിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം ടെസ്റ്റിംഗ് ബോട്ടുകളെ കൊണ്ടുവരുന്നു എന്നുള്ളതും, അതുകൊണ്ട് തന്നെ മനുഷ്യ സഹായം ഇല്ലാതെ തന്നെ ഇത്തരം ബോട്ടുകൾക്ക് ടെസ്റ്റിംഗ് കേസസ് കണ്ടക്ട് ചെയ്യാൻ പറ്റുകയും ചെയ്യും എന്നുള്ളതാണ് അടുത്ത ഫ്യൂച്ചറിലേക്കുള്ള ടെസ്റ്റിങ്ങിന്റെ സ്കോപ്പ്. അതുകൊണ്ട് തന്നെ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരുപക്ഷെ അത്രയും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഏരിയ അല്ലതാണ്. പ്രോഗ്രാമിംഗ് സ്കിൽസ് ഒന്നും വേണ്ടാത്ത രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. പ്രോഗ്രാമിംഗ് സ്കിൽസ് വേണ്ട എന്ന് പറയുമ്പോൾ അതിന്റെ ആ ഏരിയയുടെ ഒരു വലിപ്പം കുറച്ച് കണ്ടതല്ല. പക്ഷെ ഒരുപക്ഷെ പ്രോഗ്രാമിംഗ് ജോബിനോടൊപ്പം തന്നെ ഏറ്റവും അധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്ന ഒരു ഏരിയയാണ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. RHC അല്ലെങ്കിൽ CCNA, CCNP, RSCSA, RHCA മുതലായ ട്രെയിനിങ് പ്രോഗ്രാംസ് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് സൈഡിൽ ഒരു ജോബ് കിട്ടും. സെർവർ സപ്പോർട്ട്, സെർവർ അഡ്മിനിസ്ട്രേറ്റർ മുതലായ ജോലികളിലേക്കൊക്കെ ആയിരിക്കും പ്രവേശിക്കുന്നുണ്ടാവുക. അത് പറയുമ്പോഴും അവിടെ തന്നെ ഉള്ള പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അതാണ് ഫ്യൂച്ചർ. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഫ്യൂച്ചറാണ്. അതിൽ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് മുന്നോട്ട് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ നെറ്റ്വർക്കിംഗ് സൈഡിലേക്ക് പോകാൻ താല്പര്യമുള്ളവർ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ AWS മുതലായ കാര്യങ്ങളിലൊക്കെ ഒരു സ്കിൽ അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിലൊരു ഭാവി ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും. എന്നാൽ അത്തരം ജോലികൾക്ക് താരതമ്യേന നൈറ്റ് ഷിഫ്റ്റ് വർക്കുകൾ കൂടുതലാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് നൈറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് അത്തരം ജോലി ഒരു പക്ഷേ അത്ര അഭികാമ്യമായിരിക്കത്തില്ല. എന്നാൽ എല്ലാ നെറ്റ്വർക്കിംഗ് രംഗത്തെ എല്ലാ ജോലികൾക്കും നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടാവണം എന്നുള്ളതല്ല. സെർവർ മാനേജ്മെന്റ് സൈഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് രംഗത്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു പക്ഷേ അവരുടെ ജോലിയുടെ 50% ദിവസങ്ങളും നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് സാധാരണ പറയപ്പെടുന്ന കാര്യമാണ്. നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, ഹെൽത്ത് പരമായിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവർക്കൊക്കെ ഒരുപക്ഷെ അത്ര അഭികാമ്യമായിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കത്തില്ല നെറ്റ്വർക്കിംഗ് എന്നുള്ളത്. പക്ഷേ അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് വളരെ വലുതാണ്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പോലുള്ള സങ്കേതങ്ങൾ വരുമ്പോൾ തന്നെ അതിൽ ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ആയിട്ട് ആൾക്കാർക്കും ഇനിയും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. സോ നെറ്റ്വർക്കിംഗ് സൈഡാണ് പ്രധാനപ്പെട്ട പ്രോഗ്രാമിംഗ് സ്കിൽസ് ആവശ്യമില്ലാത്ത തന്നെ നിങ്ങൾക്ക് ശോഭിക്കാൻ പറ്റുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഡൊമൈൻ എന്ന് പറയുന്നത്.
മൂന്നാമത്തെ ഏരിയയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് യാതൊരുവിധ പ്രോഗ്രാമിംഗ് സ്കിൽസിന്റെയും കോഡിംഗ് സ്കിൽസിന്റെയും ആവശ്യമില്ല. എന്നാൽ മാർക്കറ്റിംഗ് എന്നുള്ള വാക്കുള്ളത് കൊണ്ട് അതൊരു മാർക്കറ്റിംഗ് ജോബ് ആണെന്നോ നമ്മൾ ബാഗ് തൂക്കി പോയി മാർക്കറ്റ് ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റോ അല്ല അവിടെ വരുന്നത്. ഡിജിറ്റലി ഒരു പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ സൊല്യൂഷനെ ഓൾറെഡി പ്രോഗ്രാം ചെയ്ത് വെച്ച ഒരു പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡിജിറ്റൽ മാർക്കറ്റിന്റെ ഉദ്ദേശം. ഡിജിറ്റൽ മാർക്കറ്റിനെ പറ്റി വളരെ സമഗ്രമായിട്ട് സംസാരിക്കുന്ന, അതിന്റെ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി സംസാരിക്കുന്ന ഒരു വീഡിയോ ഞങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്യുക. ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു പ്രോഗ്രാം സ്കിൽസിന് ആവശ്യമില്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഒരു സിറ്റിംഗ് ജോബ് തന്നെയാണ്, ഒരു വൈറ്റ് കോളർ ജോബാണ്. അടുത്ത 10 വർഷത്തിനിടയ്ക്ക് ഏറ്റവും അധികം ഫ്രഷേഴ്സിന് ഓപ്പർച്യൂണിറ്റീസ് വരാൻ പോകുന്ന മേഖലകളിൽ ഒന്നാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നാണ് പറയുന്നത്. അത് IT കമ്പനികളിലേക്ക് മാത്രമല്ല, എല്ലാ ഇൻഡസ്ട്രിയിലേക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് കഴിഞ്ഞ ആൾക്കാരുടെ ആവശ്യം ഓരോ ദിവസവും ചെലുത്തോടും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 3 മേഖലകളാണ് ആക്ച്വലി ഒരു പ്രോഗ്രാമിംഗ് സൈഡിൽ വർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക്, അല്ലെങ്കിൽ പ്രോഗ്രാം സൈഡ് അല്ല എനിക്ക് മറ്റേതെങ്കിലും ഏരിയയിൽ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന 3 പ്രധാനപ്പെട്ട ഏരിയാസ്. ടെസ്റ്റിംഗ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും, നെറ്റ്വർക്കിംഗ് കൺസിഡർ ചെയ്യാൻ പറ്റും, ഇതിൽ ഏറ്റവും അധികം ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൺസിഡർ ചെയ്യാൻ പറ്റും. സോ ഇത്തരം കരിയർ അല്ലെങ്കിൽ IT സംബന്ധമായിട്ടുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് എപ്പോഴും വൺ ടീമിനെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.